നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ ആക്രമിക്കപ്പെട്ട നടിയുടെ അതിജീവിക്കുന്ന നടിയുടെ ആദ്യ പ്രതികരണം അല്പം മുൻപാണ് ഉണ്ടായത്. ഇപ്പോഴിതാ മഞ്ജു വാര്യർ ഇതിൽ ഒരു പ്രതികരണം നടത്തുകയാണ്. ഈ കേസിന്റെ ഈ തലത്തിലേക്കൊക്കെ ക്രിമിനൽ കേസ് എന്നുള്ള തലത്തിലേക്ക് അന്വേഷണം പോയത് തന്നെ മഞ്ജു ആദ്യം ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞു വെച്ചെടുത്താണ്. ദിലീപ് കുറ്റവിമുക്തരായ ശേഷവും ആദ്യം പറഞ്ഞത് മഞ്ജുവിന്റെ പേരായിരുന്നു എന്ന് ഓർക്കണം. ഇപ്പോൾ മഞ്ജുവിന്റെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലാണ് ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ തുടങ്ങുകയാണ് മഞ്ജുവിന്റെ പോസ്റ്റ്. റിയ ബേബി വിവരങ്ങളുമായി ചേരുകയാണ്. റിയ, ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വരിയാണ്, അതായത് ആരാണോ ഇത് ആസൂത്രണം ചെയ്തത് അവർ ഇപ്പോഴും പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ടെന്നുള്ളത് ഭയപ്പെടുത്തുന്നു എന്നുള്ള മഞ്ജു വാര്യരുടെ വരികൾ. അക്ഷയ്, ഈ കേസിൽ ആദ്യം ഗൂഢാലോചന പറഞ്ഞത് നടി മഞ്ജു വാര്യരാണ്. അതിനെ എതിർത്തുകൊണ്ടായിരുന്നു പുറത്തിറങ്ങിയ ദിലീപിന്റെ പ്രതികരണം. പക്ഷേ ഇത് ഇപ്പോൾ താൻ ആദ്യം ഉന്നയിച്ച ഗൂഢാലോചന അത് ഉറച്ചു നിന്നുകൊണ്ടാണ് മഞ്ജു വാര്യർ അതിജീവിതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. കോടതിയോട് ബഹുമാനവും ആദരവുമുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാൻ കഴിയില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെട്ടു. ആസൂത്രണം ചെയ്തവർ, അത് നടപ്പാക്കിയവർ അവരിപ്പോഴും പകൽ വെളിച്ചത്തിലുണ്ട്. അത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അവർക്ക് കൂടി ശിക്ഷ ലഭിച്ചാലേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാവുകയുള്ളൂ എന്ന കടുത്ത ഭാഷയിലുള്ള പ്രതികരണമാണ് മഞ്ജു വാര്യരുടേതായി പുറത്തു വരുന്നത്. ഈ കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് മഞ്ജു വാര്യർ ദർബാർ ഹാളിലെ വേദിയിൽ വെച്ച് പറഞ്ഞെങ്കിൽ അതിപ്പോഴും ആവർത്തിക്കുന്നു.